ഭാഗമാണെന്ന് പ്രഖ്യാപിച്ചതിന്റെ ഒരൊറ്റ ആവേശത്തിൽ മഹാനായ വാര്യംകുന്നം കുഞ്ഞഹമ്മദ് ഹാജി പറഞ്ഞു, ഈ രാജ്യത്തിന്റെ അധികാരം ഇനി ഞാൻ നോക്കും, ഏറനാടിന്റെ നാട്ടിലേക്ക് വെള്ളക്കാരന്റെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഈ മഹാൻ രാഷ്ട്രം ഭരിച്ച് പരിചയമുള്ള ആളല്ല, മറിച്ച് തോത്തുവണ്ടി വലിച്ച് ജീവിച്ചിരുന്ന മനുഷ്യനാണ്, കാളവണ്ടി പണിയെടുത്ത് ജീവിച്ച മനുഷ്യനാണ്. ആ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം ധീരമായ നിലപാടെടുത്തപ്പോ അവസാനം വെള്ളക്കാരന്റെ പട്ടാളക്കാരന്റെ തോക്കിന് മുന്നിൽ അയാൾ പിടിക്കപ്പെട്ടു, ഹാജരാക്കപ്പെട്ടു. അങ്ങനെ കൊല്ലാൻ വേണ്ടി അവർ തെരഞ്ഞെടുത്ത സ്ഥലമാണ് ഇന്ന് ടൂറിസ്റ്റ് കേന്ദ്രമായി കാണുന്ന മലപ്പുറത്തിന് നെറുകയിലുള്ള കോട്ടക്കുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് മഹാനായ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കണ്ണ് രണ്ടും അവർ കറുത്ത തുണി കൊണ്ട് കെട്ടി, എന്നിട്ട് വെള്ളക്കാരന്റെ തോക്ക് മഹാനായ വാര്യംകുന്നന്റെ നെഞ്ചിലേക്ക് ചേർത്തിയിട്ട് പറഞ്ഞു, അല്പം നിമിഷം, ഇതിനുശേഷം ഞങ്ങൾ കൊല്ലുകയാണ്, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെന്ന് ചോദിച്ചപ്പോ മഹാനായ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അന്ന് ആ പട്ടാളക്കാരോട് പറഞ്ഞു, രണ്ടാവശ്യമാ പറയാനുള്ളത്. ഒന്ന്, നിങ്ങൾ എന്റെ മുഖത്ത് കെട്ടിവെച്ച ഈ കറുത്ത തുണി ഒന്ന് എടുക്കണം. എന്തിന്? നിങ്ങൾ എന്റെ നേരേക്ക് ചൂണ്ടിവെച്ച ഈ തോക്കിൽ നിന്ന് വരുന്ന ഉണ്ടകളെന്റെ കണ്ണാലെ കാണണം. അത് കണ്ടിട്ട് ധീരദേശാഭിമാനിയായി എനിക്ക് രാജ്യത്തോട് ഇവിടെ പറയണം. അത് പേടിച്ചു വരുന്നത് വീരമായി മരിക്കലല്ല, ധീരനായി മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്റെ നേരേക്ക് നിങ്ങൾ ചൂണ്ടിവിടുന്ന ആ തോക്കുണ്ട എനിക്ക് കാണാൻ വേണ്ടി അതിന് സംവിധാനം ഒരുക്കണം. എന്റെ മുഖത്തെ നിങ്ങൾ ഈ കറുത്ത തുണികൾ മാറ്റണമെന്ന് പറഞ്ഞു. അവരത് മാറ്റി. രണ്ടാമത് അവർ ആവശ്യപ്പെട്ടത്, നിങ്ങൾ എന്റെ നെഞ്ചിലേക്ക് വെടിവെക്കണം. ഒരു കാരണവശാലും നിങ്ങളുടെ പുറകിലേക്ക് വെടിവെക്കരുത്. അഥവാ നിങ്ങൾ എന്നെ വെടിവെച്ച് ഞാൻ ഇവിടെ മരണപ്പെട്ടാൽ എന്റെ മരണ വാർത്ത അറിഞ്ഞവരെല്ലാം എന്നെ കാണാൻ വേണ്ടി വരുമ്പോ എന്റെ പുറകുവശത്താണ് വെടിവേണ്ടതെങ്കിൽ ഞാനൊരു ഭീരുവായിരുന്നു എന്ന് വെള്ളക്കാരാവുന്ന നിങ്ങളെ വെടിപേടിച്ചിട്ട് ഞാൻ ഓടുന്ന സമയത്ത് നിങ്ങൾ എന്നെ വെടിവെച്ചതാണെന്ന ഒരു തെറ്റിദ്ധാരണ വരാൻ കാരണമാകും. അതുകൊണ്ട് നേർക്ക് നേരെ എന്റെ നെഞ്ചിലേക്ക് നിങ്ങൾ വെടിവെക്കണമെന്ന് പറഞ്ഞ് അപ്പറഞ്ഞതുപോലെ അന്ത്യാഭിലാഷം പൂർത്തീകരിച്ച് കണ്ണിൽ നിന്ന് കറുത്ത തുണി മാറ്റിയിട്ട് മഹാനായ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന പൂത്തുവണ്ടിക്കാരൻ നെഞ്ചിലേക്ക് കാഞ്ചി വലിച്ചു. ഈ നാട്ടിലെ വെള്ളക്കാരൻ മഹാനായ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അവിടെ വെച്ച് മരിച്ചു. ആ മഹാനവരുകൾ അന്ന് കെട്ടിയിട്ട ആലുമരം ഇന്നും ടൂറിസ്റ്റ് കേന്ദ്രമായ ആ കോട്ടമകുന്നിൽ പോയാൽ കാണാം. ആ ആലുമരത്തിൽ കെട്ടിയിട്ട് മഹാനവരുകളെ വെടിവെച്ചു കൊന്നു. രാജ്യത്തിന് വിട പറയുമ്പോഴും മഹാനായ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി പറഞ്ഞത്, എന്റെ രാജ്യത്തിന് വേണ്ടി എന്റെ ശരീരത്തിലേക്കെല്ലാം അർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്, ഭീരുവായി ഞാൻ മരിക്കില്ല, ധീരനായി മരിക്കും. ആ നിലയ്ക്ക് മഹാനവരുകൾ അവിടെ വെച്ച് പിടഞ്ഞ് മരിച്ചു. എന്നിട്ട് ആ ശരീരത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് വെള്ളക്കാരായ പട്ടാളക്കാരൻ മദ്യപിച്ച് മദ്യലഹരിയിൽ ബഹുമാനപ്പെട്ട വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശരീരത്തിൽ എണ്ണ ഒഴിച്ചിട്ട് മഹാനവരുകളെ കത്തിച്ച് കരിച്ച് ഭസ്മമാക്കി കളഞ്ഞു. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ ഏതെങ്കിലും ഒരു മെമ്പർക്ക് രാജ്യത്ത് അവകാശമുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും മുന്നിലും പിന്നിലും ഉണ്ടാവേണ്ടത് ഈ ഉമ്മത്തിന്റെ നായകന്മാരാണെന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു സംഭവം പറഞ്ഞത്. പക്ഷേ നമ്മൾ പഠിക്കുന്ന ചരിത്രത്തിന്റെ എവിടെയും ഇത്തരം നാമങ്ങൾ ഇന്ന് കാണാൻ കഴിയില്ല. ഇന്ത്യ രാജ്യത്തിന്റെ ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്ന ഭാഗം അവിടെയുണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾ. 1950ഓളം ആളുകളെ പേരവിടെ കാണുമ്പോൾ 1500ഓളം പേരും ഈ ഉമ്മത്തിന്റെ പേരാണ്. ഇത് മനസ്സിലാക്കാൻ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ നിങ്ങളെ ഉണർത്താൻ ഇത്തരം സന്ദർഭങ്ങളെ ഉള്ളൂ. സത്യം മൂടി വെച്ചുകൊണ്ട് ചരിത്രം വ്യഭിചരിക്കപ്പെടുന്ന ഒരു കാലമാകുമ്പോ ഈ ഉമ്മത്ത് ഈ രാജ്യത്തിന്റെ സേവനത്തിന് വേണ്ടി എന്ത് നിർവഹിച്ചു എന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. നിർത്തുകയാണ്. ആകയാൽ അങ്ങനെ സ്വാതന്ത്ര്യം നേടിയെടുത്ത ഇന്ത്യ മഹാരാജ്യത്തിന് അതിലേറെ പൂന്തൂവലായി പിന്നെ കിട്ടിയ ഒരു സ്വത്താണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന. 1950 അത് നിലവിൽ വന്നു. ഇന്ത്യൻ ജനാധിപത്യ മതേതരത്വ രാഷ്ട്രമാണ് ഇന്ത്യ. ലോകത്തൊരൊറ്റ രാഷ്ട്രവും ഇതുപോലെയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തോളുരുമി ജീവിക്കാൻ, തന്റെ മതമനുസരിച്ച് പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനും സൗകര്യമുള്ള ഒരൊറ്റ രാജ്യം, ആ രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ മഹാന്മാർ ഈ രാജ്യത്തിന്റെ ഈ ബഹുസ്വരത കാത്തു സൂക്ഷിക്കാൻ അവർ ചെയ്തു വെച്ച സേവനങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നിലനിർത്തി കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറാവണം. നിങ്ങൾ നോക്കൂ, സ്വാതന്ത്ര്യ ദിനത്തിന്റെ
രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനത്തിന്റെ ആഘോഷ പരിപാടിക്ക് തുടക്കം കുറിച്ച് നാം ആദ്യം ചെയ്തത് സ്വരാജ്യ സ്നേഹം ഈമാനിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച മുത്തായ തങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നമ്മൾ ഓതി. എന്നിട്ട് രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി തങ്ങൾ പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് നമ്മുടെ ആഘോഷ പരിപാടികൾ തുടങ്ങിയത്. അങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസിയുടെ നിലപാടുകൾ. ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി, ഇതിന്റെ ഉന്നതിക്കും വളർച്ചയ്ക്കും വേണ്ടി ഏത് സമയത്തും പ്രവർത്തിക്കണം. കാരണം എന്തുകൊണ്ട്? ഇത് നമ്മുടെ രാജ്യമാണ്. രാജ്യത്തിനോട് സ്നേഹമുള്ളവനെ അത് കഴിയൂ. നിങ്ങൾ നോക്കൂ, മക്ക രാജ്യത്തിൽ നിന്ന് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാതിരാവിൽ നാടുകടത്തിയ സംഭവം, ചരിത്രത്തിൽ ഹിജറ എന്ന് പറയുന്ന സംഭവം. ആ ഹിജറ വർഷം നടക്കുമ്പോ മുത്തായ തങ്ങളെ മക്ക വിട്ടു പോകുമ്പോ മക്കയുടെ ബൗണ്ടറി തിരിഞ്ഞിട്ട് ആ പരിസരം വിട്ട് മറ്റു നാട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ കിതാബിൽ കാണാം, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിഞ്ഞു നിന്ന് അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ ഉയർത്തിപ്പിടിച്ചിട്ട് രണ്ട് കണ്ണും വെള്ളം ഒഴിപ്പിച്ചിട്ട് മുത്തായ തങ്ങൾ പറഞ്ഞു, മക്കയോട് നിനക്ക് സലാം, ഒരിക്കലും നിന്നെ വിട്ട് ഞാൻ പോകില്ല. എനിക്ക് ജനിക്കാനും ജീവിക്കാനും ജന്മം നൽകിയ നാടാണ് നീ. നിന്നെ വിട്ട് ഞാൻ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഈ രാജ്യത്തെ ശത്രുക്കൾ എന്നെ പാർക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് ഈ നാട് വിട്ട് ഞാൻ പോകേണ്ടി വരുന്നതെന്ന് പറഞ്ഞ് മക്കയോട് സലാം പറഞ്ഞ് കണ്ണുനീരൊഴുകിപ്പോയ ഒരു നേതാവിന്റെ പേരാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പഠിപ്പിച്ച രാജ്യത്തിന്റെ സ്നേഹമാണ് മുസ്ലിം ഉമ്മത്ത് ഇന്ത്യ മഹാരാജ്യത്തോട് കാണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ സമയം നമുക്ക് ചെയ്യാനുള്ളത് രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, മതേതര സൗഹാർദ്ദത്തിന് വേണ്ടി നാം ഓരോരുത്തരും പ്രവർത്തിക്കുകയും അതിന് പുറമെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അർഹമുർ റഹീമായ അല്ലാഹുവേ, രാജ്യം ഭരിക്കുന്നവർക്ക്